10 വർഷം അധികാരത്തിലുണ്ടായിട്ടും നമ്മുടെ കേരളത്തിലെ ചില വീടുകളുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ കാണുകയുണ്ടായി. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂഫില്ല. അവരുടെ വീട് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ടോയ്ലറ്റ് ഒന്നും ആയിട്ടില്ല. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അവിടുത്തെ ജനങ്ങൾ, ആ ജനങ്ങളുടെ ഭക്ഷണം, വെള്ളം, താമസം, ക്ലോത്തിങ്, ഇതെല്ലാം ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതിനു വേണ്ടിയായിട്ട് ഒരു ടീമിനെ രൂപീകരിച്ച് ആ ടീമിന് കൊടുക്കേണ്ട വർക്കാണ് നാട്ടിലുള്ള ഓരോ ആൾക്കാരുടെയും ഓരോ കുടുംബത്തിന്റെയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലും ഉറപ്പുവരുത്താതെ ഒരു ഗവൺമെന്റിനും എല്ലാ ജനത്തിനെയും ഒരുപോലെ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ന്യായങ്ങളോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല. ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അവര് ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ട കാര്യമാണ് ജനത്തിന്റെ സർവൈവൽ എന്നുള്ളത്. ആ സർവൈവൽ നോക്കാതെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, വേറെ ഗവൺമെന്റോ ചെയ്തിട്ടില്ല, വേറെ ഒരു രാജ്യത്തും ചെയ്തിട്ടില്ല, ആ ന്യായങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ പ്രയോറിറ്റി, ആ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ആ പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് നോക്കുക, അതിനുള്ള ഫണ്ട് എങ്ങനെ സമാഹരിക്കുക എന്നുള്ളത് നോക്കുക, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതായിരിക്കണം ഫുള്ളി ഫോക്കസ്ഡ്. അത് ഫോക്കസ് ചെയ്യാതെ വേറെ പല കാര്യങ്ങളിലും ഫോക്കസ്ഡ് ആയി ഫോക്കസ് കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയിട്ട് പിന്നെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി അതും പ്രോപ്പർ അല്ല ഇതും പ്രോപ്പർ അല്ല എന്നിട്ട് എല്ലാം ചെയ്ത് എല്ലാം ശരിയാകും എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയാണോ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.